Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന എല്ലാ പുതിയ ആപ്പിളിലെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീക്ക് നമുക്ക് കുറച്ചധികം എക്സൈറ്റിംഗ് ആയ ന്യൂസ് ഉണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ iOS 17.4 എന്ന് പറഞ്ഞാൽ ഫുള്ളി ജാം പാക്ക് ചെയ്യുന്ന ഒരു അപ്ഡേഷൻ നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ വരുന്നതായിരിക്കും. സോ ആ ഒരു അപ്ഡേഷൻ എല്ലാവരും ചെയ്യുക, എസ്പെഷ്യലി iPhone 13 ഉള്ള ആൾക്കാരൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. കാരണം എപ്പോഴാണ് ഐഫോൺ അടിച്ചു പോകുന്നത് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ വാച്ചിന്, മാക്കിന്, ഐപാഡിന്, ടി വിക്ക്, നമ്മുടെ ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റിനും പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതേപോലെ എയർപോർട്സ് സെക്കൻഡ് ജനറേഷൻ ഒരു പുതിയ ഫേംവെയർ 6.2 എന്ന് പറഞ്ഞ പുതിയ ഫേംവെയറും ഇപ്പോൾ ബേറ്റ വന്നിട്ടുണ്ട്. സോ എല്ലാ ബേറ്റ ടെസ്റ്റ് റണ്ണേഴ്സും ഈ ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ നോക്കിയും കണ്ടും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ടെസ്ല എന്ന് പറഞ്ഞ വലിയ കാർ കമ്പനിയായിട്ട് ഒരു ഡീല് വെച്ചു. അവരുടെ കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ അവരുടെ കാർ മാനുഫാക്ചറിങ്ങും ബാക്കി കാര്യങ്ങളും. കാരണം ആപ്പിളിൻ്റെ ഫോക്കസ് ഇനി ആപ്പിൾ കാർ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലും കൂടെ ആയിരിക്കും. പക്ഷേ ആപ്പിൾ ആ ഒരു കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് ഇല്ലേ നമ്മുടെ കാറിൻ്റെ, ആ സ്റ്റിയറിങ്ങിന് പകരം സിറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് ആപ്പിൾ നോക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ സ്റ്റിയറിംഗ് കിട്ടുന്ന ഫീൽ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ അത് എന്താ പറയുക, ഇന്ത്യയിൽ ചിലപ്പോൾ അത് ഇറങ്ങില്ല എന്നത് കാര്യം. രണ്ടാമത്തെ കാര്യം, ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത്രമാത്രം എന്താ പറയുക പുരോഗമിക്കണം. കാരണം സ്റ്റിയറിംഗ് ഇല്ല, സിറി ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ അത്രമാത്രം വിശ്വാസം നമുക്ക് കാറിൽ വേണം. ആ ഒരു കാറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് വിശ്വാസം വേണം. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആപ്പിൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതേപോലെ അതിന് ചീത്തവശമുണ്ട്. ആ ഒരു ന്യൂസ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അതേപോലെ ആപ്പിൾ ഐ ഡി ഇല്ലേ, എനിക്കൊരു ആപ്പിൾ ഐ ഡി ഉണ്ട്. എല്ലാ ആപ്പിൾ യൂസേഴ്സിനും ഒരു ആപ്പിൾ ഐ ഡി ഉണ്ടാവും. ഈ ഒരു ആപ്പിൾ ഐ ഡി എന്നുള്ള പേര് മാറ്റി ആപ്പിൾ അക്കൗണ്ട് എന്നുള്ള പേരിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആപ്പിൾ ഐ ഡി മാറ്റി ആപ്പിൾ അക്കൗണ്ട് എന്ന ഓപ്ഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പേരിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ ഇതേപോലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസും കാണാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വൈ നോട്ട്, സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ന്യൂസിൽ കുറേയധികം പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആപ്പിളിൻ്റെ മാർക്കറ്റ് ചേഞ്ചിങ് ആയിട്ട് വന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു വിഷൻ പ്രോ എന്ന് പറയുന്നത്. ഈ ഒരു വിഷൻ പ്രോയിൽ ഇനിയൊരു മേജർ ചേഞ്ച് കാണണമെങ്കിൽ 2027 ആവും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലീക്ക്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ വിഷൻ പ്രോൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എന്തായാലും കാണുക. കാരണം ആ ഒരു പ്രൊഡക്റ്റിന് നല്ല വശം മാത്രമല്ല, കുറച്ചധികം മോശം വശമുണ്ട്. നല്ല വശം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഡോക്ടേഴ്സ്, അതേപോലെ എൻജിനീയേഴ്സ് ഈ പറഞ്ഞ വിഷൻ പ്രോയിട്ടുണ്ട്. ഹാർട്ടിൻ്റെ അനാട്ടമി, നമ്മുടെ എന്താ പറയുക ലങ്സിൻ്റെ അനാട്ടമി, കാറിൻ്റെ ആ പറഞ്ഞ എൻജിൻ്റെ കുറേ ബ്ലോക്സും അനാട്ടമീസും, അതേപോലെ നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക പിസ്റ്റൺ, അങ്ങനെ ഈ പറയുന്ന എക്സോസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് F1 കാറുകളുടെ ആ ഒരു എന്താ പറയുക വിൻഡിൻ്റെ ആ ഒരു മൊമെൻറ്റം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ കൂടെ അവർ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നല്ല വശമുണ്ട്, അല്ലാന്നല്ല. അതേപോലെ കുറച്ചധികം മോശം വശങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിന് ആപ്പിൾ കോപ്പി അടിച്ചിട്ടാണ് പല കാര്യങ്ങളും ഈ പറയുന്ന ആൻഡ്രോയിഡിലേക്ക് കൊണ്ടുവന്നാണ്, അല്ലെങ്കിൽ iOSലേക്ക് കൊണ്ടുവന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വേറൊരു വിൻഡോസോ ആൻഡ്രോയിഡോ ആപ്പിളിൻ്റെ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും കോപ്പി ചെയ്യില്ല, അത് ബോറോയിങ് ആണ്, കടമെടുത്തെന്ന് പറയും. ഇത്ര ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വിൻഡോസ് 11 ഇല്ലേ, വിൻഡോസ് 11 macOS ആൻഡ് ഐഫോൺ OSും അല്ലെങ്കിൽ iOSും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐഫോൺ ഈ പറഞ്ഞ വെബ് ക്യാമറ ആക്കുന്ന ഓപ്ഷൻ iOSൻ്റെ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ 11 വരുന്നുണ്ട്. അത് കോപ്പി ചെയ്യല്ല, അത് ബോറോയിങ് ആണ്. അതാണ് ഞാൻ പറയുന്നത്. ഐഫോൺ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ആപ്പിൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ കുറേ പേരുണ്ട്. പക്ഷേ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ പ്ലാറ്റ്ഫോമോ എന്ത് ചെയ്താലും അത് കോപ്പി ചെയ്യല്ല, അത് ബോറോയിങ് ആണ്. അതാണ് ഇവിടുത്തെ പാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ആപ്പിൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നല്ല പറയുന്നത്, കുറേ തെണ്ടിത്തരമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആപ്പിൾ ചെയ്യുമ്പോൾ കോപ്പിയടി, ആൻഡ്രോയിഡ് ചെയ്യുമ്പോൾ ബോറോയിങ്. നല്ല ഫസ്റ്റ് ഓക്കെ മല്ലയ്യ, പൊളി. പക്ഷേ അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ദോഷവശങ്ങളുണ്ട്. അത് മനസ്സിലാക്കുക.
അത് നമ്മൾ പറയാം, അത്രേ ഉള്ളൂ. അതേപോലെ ഐഫോൺ 17 സീരീസിൽ ഈ പറഞ്ഞ OLED ടെക്നോളജി ആപ്പിൾ ബേസ് മോഡൽ തൊട്ട് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് AOD ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ പറഞ്ഞ ഐഫോൺ 17 സീരീസ് മുതൽ എല്ലാ ഡിവൈസിലും ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ യൂസേഴ്സിനും AOD യൂസ് ചെയ്തുകൊണ്ട് നൈറ്റ് സ്റ്റാൻഡ്, അതേപോലെ ബാക്കി എല്ലാ എന്താ പറയുക ഈ പറഞ്ഞ ഡൈനാമിക് കലണ്ടർ, ലൈവ് ആക്ടിവിറ്റി എന്നീ പറഞ്ഞ എല്ലാ ഓപ്ഷൻസിൻ്റെയും ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റും. ആപ്പിൾ പ്രോഡക്ട്സിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗൺ സൈഡ് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു കൊല്ലം 2023 ആപ്പിൾ റിലീസ് ചെയ്ത വൂൾവൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈൻ വൂളൻ്റെ പുതിയ കേസുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫൈൻ വൂളൻ നല്ല രീതിക്ക് അത്ര ഷോകോട്ടാണ് എല്ലാ ആൾക്കാരും റിവ്യൂ പറയുന്നത്. ഇപ്പോൾ ആമസോണിൽ നമ്മൾ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഫൈൻ വൂളൻ ഏറ്റവും ഡാമേജ് ആയിട്ടുള്ള, അതേപോലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ റിട്ടേൺ ചെയ്തതായിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇപ്പോൾ ആമസോണിൽ വരെ വന്നിട്ടുണ്ട്. സോ ഫൈൻ വൂളൻ എന്ന് പറഞ്ഞ മെറ്റീരിയലിലേക്ക് ആപ്പിൾ ജമ്പ് ചെയ്തതും ഈ പറഞ്ഞ നേച്ചറിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമിക്ക് നല്ലതായിട്ടാണ് ആപ്പിൾ അത് ചെയ്തത്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒട്ടും ഗുണകരമല്ല. നല്ല രീതിക്കുള്ള ശോകം റിസൾട്ടാണ് ഈ പറഞ്ഞ ഫൈൻ വൂളന് ലഭിക്കുന്നത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ പ്രോവിൻ്റെ കാര്യം, വിഷൻ പ്രോ കുറേ ആൾക്കാർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സൈഡ് ഓഫ് വിഷൻ പ്രോയിൽ ഞാനത് പറയുന്നുണ്ട്. പക്ഷേ ആപ്പിൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും ഭയങ്കര കുറവായിട്ടാണ് ഈ പറഞ്ഞ വിഷൻ പ്രോ റിട്ടേൺസ് വരുന്നത്. ഫുൾ ഓവറോൾ ഈ പറഞ്ഞ സെയിൽസിന് വെച്ച് നോക്കുമ്പോൾ 1% മാത്രമാണ് ആൾക്കാർ വിഷൻ പ്രോ തിരിച്ചു കൊടുക്കുന്നത്. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ആപ്പിളിൻ്റെ വിഷൻ പ്രോ നല്ല രീതിക്ക് ആൾക്കാർക്ക് സെയിലാകുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത നിങ്ങൾ ഈ വീഡിയോയിൽ പുതിയ കാര്യം ഇൻഫർമേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം പുതിയ ചാനൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനെയും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. എല്ലാ കൂട്ടുകാരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് സൈനിങ് ഫ്രം എവിക്ക.